1 കിലോ അരിക്ക് 340 രൂപ, 1 ലിറ്റർ പാലിന് 224 രൂപ, 1 ഡസൻ മുട്ടയ്ക്ക് 332 രൂപ. പാകിസ്ഥാനിലെ അവസ്ഥയാണിത്. ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ പാകിസ്ഥാൻ നട്ടം തിരിയുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യയുടെ പവർ മൂവിൽ പാകിസ്ഥാൻ കുലുങ്ങി, ഒപ്പം അവരുടെ സമ്പദ് വ്യവസ്ഥയും. വിലക്കയറ്റത്തിൽ ജനങ്ങൾ വലയുന്നു. പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇന്ത്യ തിരിച്ചടിക്കുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ രൂക്ഷമായെന്ന് പറയാം. അടിസ്ഥാന സാധനങ്ങളുടെ വില ഉയരുകയാണ്. സാമ്പത്തികാവസ്ഥയിൽ ഞെരുങ്ങിപ്പോകുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ. ഇന്ത്യ പാകിസ്ഥാൻ വഴിയുള്ള ചരക്കു നീക്കം നിർത്തി, പോസ്റ്റൽ പാഴ്സൽ സർവീസുകൾ നിർത്തി, സിന്ധു നദീജല കരാർ റദ്ദാക്കി, പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിൽ ജലനിരപ്പ് കുറച്ചു. ഇപ്പോഴിതാ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണവും. പാകിസ്ഥാന് ഒന്നൊന്നായി പ്രഹരങ്ങൾ. ഈ വർഷം പാകിസ്ഥാനിലെ 10 മില്യൺ ആളുകൾക്ക് ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമവും പട്ടിണിയും നേരിടേണ്ടി വന്നേക്കുമെന്നാണ് ലോകബാങ്കിന്റെ റിപ്പോർട്ട് പറയുന്നത്. പാകിസ്ഥാന്റെ പ്രധാന വരുമാനമായ കാർഷിക മേഖലയിലെ തിരിച്ചടിയാണ് കാരണം. വിളവ് നന്നായി കുറഞ്ഞു. ഇതിന് വഴിവെച്ചതോ കാലാവസ്ഥാ വ്യതിയാനവും. ഇതിനു പുറമെയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും പാകിസ്ഥാനിലേക്കുള്ള നദികളിലെ ജലത്തിന്റെ ഒഴുക്ക് കുറച്ചതും. ഇന്ത്യയിൽ നിന്നുള്ള ജലത്തെ ആശ്രയിച്ചാണ് പാകിസ്ഥാന്റെ കാർഷിക മേഖല നീങ്ങുന്നത്. ഇനി കാർഷിക മേഖല കൂടുതൽ വെല്ലുവിളികളിലേക്ക് പോകുമെന്നുറപ്പാണ്. വ്യവസായത്തിലും ചരക്കു നീക്കത്തിലും ഇന്ത്യ ഏർപ്പെടുത്തിയ വിലക്ക് പാകിസ്ഥാന് തിരിച്ചടിയാകും. പച്ചക്കറികൾ, മരുന്നുകൾ, പഞ്ചസാര, ധാന്യം അങ്ങനെ പല അവശ്യ വസ്തുക്കളും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. 2024 പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് $305 മില്യൺ വില വരുന്ന സാധനങ്ങളാണ് ഇറക്കുമതി ചെയ്തത്. ഇനി അതില്ല. ഇതോടെ ഹെൽത്ത് കെയർ രംഗത്തും തിരിച്ചടി. മരുന്നുകളുടെ ക്ഷാമമുണ്ടാകും, ആശുപത്രികളുടെ പ്രവർത്തനം താറുമാറാകും. പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് പാകിസ്ഥാന് തന്നെ തിരിച്ചടിയാകുന്ന സാഹചര്യമാണുള്ളത്. 2019 ബാലാക്കോട്ട് ആക്രമണത്തിന് പിന്നാലെയും പാകിസ്ഥാൻ വ്യോമപാത അടച്ചിരുന്നു. അന്ന് ഇന്ത്യൻ എയർലൈനുകൾ പുതിയ റൂട്ട് പിടിച്ചു, പാകിസ്ഥാനെ ഒഴിവാക്കി. അന്ന് പാകിസ്ഥാന് $100 മില്യൺ നഷ്ടമാണുണ്ടായത്. നാവിഗേഷൻ ഫീസ്, ഓവർഫ്ലൈറ്റ് ഫീസ് അങ്ങനെ എയർപോർട്ടുകൾക്ക് കിട്ടുന്ന വരുമാനം നിൽക്കുന്നതാണ് നഷ്ടത്തിനു കാരണം. പാകിസ്ഥാനെതിരായ നടപടികളിൽ ഇന്ത്യയിൽ എന്താകും ഇമ്പാക്റ്റ്? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇറക്കുമതി നിരോധനം നമ്മെ ബാധിക്കില്ല. വ്യോമപാത നിരോധനത്തിലേക്ക് വന്നാൽ ഇന്ത്യൻ വിമാനങ്ങൾ പുതിയ റൂട്ട് പിടിക്കും. യാത്രാ ദൈർഘ്യവും ചിലവും ചിലപ്പോൾ കൂടിയേക്കാം. പക്ഷേ നമുക്ക് മറ്റ് വഴികളുണ്ട്. നമ്മുടെ പോർട്ടുകളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ചരക്കു നീക്കം നടക്കും. പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് നാം കയറ്റി അയക്കും. പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം നീങ്ങും. കടങ്ങളുടെ നിലയില്ലാ കയത്തിലാണ് പാകിസ്ഥാൻ. IMFനെ ആശ്രയിച്ചാണ് പാകിസ്ഥാന്റെ മുന്നോട്ട് പോക്കും. പാകിസ്ഥാൻ ഇനിയും കടങ്ങളിലേക്ക് പോകും. IMFനോട് പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകരുതെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പഹൽഗാമിന് പാകിസ്ഥാൻ കനത്ത വില നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്.